ഹലോ വെൽക്കം ബാക്ക് ടു ദ ക്രിയേറ്റീവ് ബെഞ്ച്. എപ്പിസോഡ് 19 ബിഗ് ബോസ് സീസൺ മലയാളത്തിന്റെ റിവ്യൂ ആണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. സത്യം പറയാലോ, വളരെ അരോചകമായിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു. ഇങ്ങനെ കണ്ടു തീർത്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇടയ്ക്കൊന്ന് നിർത്തി പോയാലോ എന്ന് വിചാരിച്ചു. പക്ഷെ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ കരുതി ഓക്കെ, കാണാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മുടെ റിവ്യൂ സ്ഥിരമായി കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സത്യം പറഞ്ഞ ഇന്നലത്തെ എപ്പിസോഡ് ഞാൻ കണ്ടു തീർത്തത്. കാരണം വേറൊന്നുമല്ല, എനിക്ക് പേഴ്സണലി ഹൈജീൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇന്നലെ അനുമോള് രേണുസുതിയുടെ തലയിൽ പെയിൻ ഉണ്ട്, ഞാൻ ഇവിടുന്ന് പെയിൻ എടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചൊരു 30s ഉള്ള ഒരു സ്ത്രീ, അല്ലെങ്കിൽ ലേറ്റ് 30s ഒരു സ്ത്രീ എന്ന നിലയിൽ ഇത്രയ്ക്കും പേഴ്സണൽ ഹൈജീൻ നോക്കാറില്ലേ? കാരണം ഇതൊരു എന്താ പറയുക, ഈ ഒരു ഇൻസെക്റ്റ്, അതായത് ഈ ഒരു ഇൻസെക്റ്റ് പറന്നോ അല്ലെങ്കിൽ നമ്മൾ ബെഡ് ഷെയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഹഗ് ചെയ്തിരിക്കുമ്പോഴോ ഒക്കെ തലേന്ന് വേറൊരാളുടെ മുടിയിലേക്ക്, അതായത് മുടിയിൽ നിന്ന് വേറെ മുടിയിലേക്ക് പോകുന്നൊരു സാധനം. അപ്പോൾ ഇതൊന്നും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാതൊക്കെയാണോ ഇവിടെ വന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. കാരണം വേറൊന്നുമല്ല, പേഴ്സണൽ ഹൈജീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് രേണുസുതിയുടെ കാര്യം. രണ്ടാമത്തെ അനുമോൾ അതിലും വർണ്ണിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ കാര്യം മനസ്സിലാവും, ഇത് അനുമോൾ അറിഞ്ഞുകൊണ്ട് അവരുടെ ആ ഒരു പേഴ്സണാലിറ്റീനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അനുമോൾ അങ്ങനെ ഒരു വർണ്ണനയിലേക്കൊക്കെ പോകുന്നത്. ഒന്നാമത്തെ കാര്യം അത് പേഴ്സണൽ ഹൈജീൻ ഇഷ്യൂ ആണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളിങ്ങനെ പറയുമ്പോൾ നിങ്ങളോട് ആൾക്കാർക്കൊരു ബുദ്ധിമുട്ട് തോന്നും. ആൾക്കാർ അവരുടെ അവർ സ്പെൻഡ് ചെയ്തിരിക്കുന്ന തലയിലെ പെയിനെ കുറിച്ച് കാണാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ അവിടെ ഗെയിം എങ്ങനെ കാണും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഓരോ ആൾക്കാരും ബിഗ് ബോസ് കാണുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ അകത്ത് എന്താ അരോചകം നിറഞ്ഞൊരു എപ്പിസോഡെന്ന് തന്നെ പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പണിപ്പുര ടാസ്കിലേക്ക് വരുമ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണ് ഈ പണിപ്പുര ടാസ്ക് ഇവർ ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ഇത് നമുക്ക് വേണ്ടിയാണോ ചെയ്യുന്നത്? അല്ല. ബിഗ് ബോസ് ഹൗസിൽ ആ ഒരു പണിപ്പുര ടാസ്ക് ചെയ്യേണ്ടത്, ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് പോയിന്റ്സ് ഏൺ ചെയ്ത് നോമിനേഷനിൽ വരാതെ എവിക്റ്റ് ആവാതെ മുന്നോട്ടുള്ള ദിവസങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും കൂടിയാണെന്നുള്ളത് നമ്മുടെ കണ്ടസ്റ്റൻസ് മനസ്സിലാക്കുന്നില്ല. ആൻഡ് അഭിലാഷ് ആവട്ടെ, ഒനീലാവട്ടെ, ഒരു രീതിയില്ല, ഒരു ചെറിയ കാര്യത്തിന് പോലും ഒരു രീതിക്കും വഴങ്ങാതെ ദേഷ്യപ്പെടുന്നുണ്ട്. ഒരേ മീറ്ററിലുള്ള ദേഷ്യം, എപ്പോഴും ഒരേ ആറ്റിറ്റ്യൂഡ്. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? നേരത്തെ ഇത് അപ്പാന് ശരത്തിന്റെ കാര്യത്തിലായിരുന്നു ഞങ്ങൾ പറഞ്ഞത്, പക്ഷെ അഭിലാഷും ഒനിയിലും വല്ലാണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ തവണത്തെ ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ ദേഷ്യം കണ്ടിരുന്നു, പക്ഷെ ഇത് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഔട്ട് ബേസ്റ്റ് ആണ് ഞാൻ കാണുന്നത്. അപ്പം നമുക്ക് കണ്ടിരിക്കുന്നവർക്ക് തന്നെ വിചാരിക്കും, എന്താണ് ഇവർ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത്? അഭിലാഷാട്ടെ, ഒനീലാട്ടെ, പാപ്പാനി ശരത്താട്ടെ, ഒരു കാര്യവും ഇല്ലാതെ ഇങ്ങനെ ബഹളം വെക്കുന്നുണ്ട്. ഇന്നലത്തെ എപ്പിസോഡിനകത്ത് ശരിക്കും പറഞ്ഞാൽ നടന്നത് കുറേ എന്താ പറയുക, ഒരുമാതിരി കുറേ ആൾക്കാർ ചുറ്റും കൂടിയിരുന്ന് ഓരോ ആൾക്കാരെ കുറ്റം പറയും. ഇപ്പം റെന ഫാത്തിമ, അതുപോലെ തന്നെ ആര്യൻ, ജിസേൽ, എല്ലാവരും കൂടെ കൂടിയിരുന്ന് അനുമോളുടെ കുറ്റം പറയുക. അനുമോൾ അപ്പുറത്ത് പോയിരുന്നിട്ട് രേണുസുതിയുടെ കുറ്റം പറയുക. കുറ്റം പറയാനുള്ളൊരു പരിപാടിയല്ല ബിഗ് ബോസ്. ടാസ്ക് തരുന്നത് പെർഫോം ചെയ്ത് കയറി വന്ന് ലാസ്റ്റ് ഒരാളായിരിക്കും കപ്പടിക്കുന്നത്. അത് മനസ്സിലാക്കി ബിഗ് ബോസ് ഹൗസിൽ പെർഫോം ചെയ്തിട്ടേ കാര്യമുള്ളൂ. കാരണം ഇനി ഞാനിപ്പോൾ നോക്കുമ്പോൾ അനീഷ് മാത്രമാണ് അത് ചെയ്യുന്നത്. അനീഷ് മാത്രമാണ് ആ ഗെയിമിനോട് വളരെ ആത്മാർത്ഥത കാണിക്കുന്നത്. ബിഗ് ബോസിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവിടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് അനീഷാണ്. ഷാനവാസ് സ്വന്തം ഗെയിമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ പോലും ഗെയിം എൻ്റർടൈനിങ് ആക്കി നിർത്തിയത് ശരിക്കും ഈ 2 ആഴ്ചയിൽ അനീഷാണ്. ആര്യൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് ഞാൻ ഇന്നലെ മിഞ്ഞാന്നും ഒക്കെ പറഞ്ഞിരുന്നു, വളരെ നല്ല ക്യാപ്റ്റനാണ് അദ്ദേഹം, ടാക്ടിക്കലി പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് എനിക്കത് തിരിച്ചെടുക്കേണ്ടി വരുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം ആര്യൻ്റെ ചില സമയത്തെ ബിഹേവിയർ ഒരു ക്യാപ്റ്റന് ചേരുന്ന ബിഹേവിയർ അല്ല. ഒരു ക്യാപ്റ്റൻ എപ്പോഴും ഒരു കമാൻഡിങ് പവർ ഉണ്ടായിരിക്കണം. ഹി ഷുഡ് ബി പവർഫുൾ. ആ ഹൗസിലുള്ള എല്ലാ ആൾക്കാരും തന്നെ ആര്യൻ പറയുന്നത് കേൾക്കണം, അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കി കൊടുക്കണം. ദാറ്റ് ഐ എം ദ ക്യാപ്റ്റൻ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അനുസരിച്ചേ പറ്റൂ എന്ന സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാൻ ഷാനവാസിന് കഴിഞ്ഞിരുന്നു, ഒരു പരിധിവരെ അനീഷിന് കഴിഞ്ഞിരുന്നു. ബട്ട് ആര്യൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആര്യൻ ഗെയിമൊക്കെ നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്, പക്ഷെ ആസ് എ ക്യാപ്റ്റൻ അത്ര പോരാന്ന് തന്നെ ഈ ഒരു മൊമെന്റിൽ എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. നാളെ എന്നെ കൊണ്ട് ഇത് മാറ്റി പറയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഈ ഒരു നമ്മുടെ ബിസി സ്കെഡ്യൂളിൽ നിന്ന് ടൈം മാറ്റിയൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ ബിഗ് ബോസ് കാണുന്നത്. കാരണം വേറൊന്നുമല്ല, കഴിഞ്ഞ കുറേ സീസണായിട്ട് ഇതിൻ്റെ ഒരു ഹൈപ്പും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ഒരു രസം, ദിസ് ഇസ് ആൻ എൻ്റർടൈൻമെൻറ്റ് അല്ലേ? ദിസ് ഇസ് ആൻ എൻ്റർടൈൻമെൻറ്റ് നമ്മളൊക്കെ കാണും. അപ്പോൾ നമ്മളിത് കാണുമ്പോൾ നമുക്ക് അതിനകത്ത് കുറേ കാര്യങ്ങൾ, അത്
വേറൊന്നുമല്ല, എങ്ങനെ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാം. നമ്മളെ ഒരാൾ പ്രവോക്ക് ചെയ്യുമ്പോൾ നമുക്കത് എങ്ങനെ ടാക്റ്റിക്കലി നമുക്ക് അവർക്ക് തന്നെ അത് തിരിച്ചടിക്കാൻ പറ്റും. നമുക്കൊരു വളരെ ത്രെറ്റനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മൾക്ക് എന്താ പറയുക, നമ്മളല്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവർക്ക് അതിനകത്തുനിന്ന് ഒരു സൊല്യൂഷൻ നമ്മൾക്ക് എങ്ങനെ എടുത്തു കൊടുക്കാൻ പറ്റും എന്നൊക്കെ ബിഗ് ബോസിനകത്ത് നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും. കഴിഞ്ഞ സീസൺസിലൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ ഈ സീസണിലേക്ക് വരുമ്പോൾ പണിപ്പുര ടാസ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല. ഇവർക്ക് ഇവരുടെ അമ്യൂണിറ്റീസും സാധനങ്ങളും ഇവരുടെ അവശ്യ വസ്തുക്കളോ ഒന്നും തന്നെ ബിഗ് ബോസ് കൊടുക്കുന്നില്ല. അത് ശരിയല്ല. കാരണം ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടാണ് ഇവർ ബിഗ് ബോസിൽ വരുന്നത്. അവിടെ വന്നിട്ട് അവരുടെ സാധനങ്ങൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ പിന്നെ ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അത് ഒരു പരിധിവരെ അവരുടെ ഗെയിമിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഐ ഹോപ്പ് ദാറ്റ് ബിഗ് ബോസ് അത് മനസ്സിലാക്കി വേണ്ട രീതിയിൽ ചെയ്യുമായിരിക്കാം. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയായാലും കാണാം. അതുപോലെ ഇന്നലത്തെ ഒരു ബിഗ് ബോസിന്റെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള എപ്പിസോഡൊന്നും അല്ലായിരുന്നു. ഞാനീ പറഞ്ഞ പോലെ തന്നെ വളരെ അരോചകമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അടുത്ത എപ്പിസോഡുമായി കാണുന്നത് വരെ ടേക്ക് കെയർ, ഹാവ് എ ഗുഡ് ഡേ, ഹാവ് എ ഗുഡ് ടൈം. പറ്റുമെങ്കിൽ ബിഗ് ബോസ് സീസൺ 7 നിങ്ങൾ കാണുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം വേർ ടു കം ബാക്ക്. അപ്ഡേറ്റ്സ് കിട്ടാൻ എവിടെ വരണം നിങ്ങൾക്കറിയാം. കം ബാക്ക് ടു ദ ക്രിയേറ്റീവ് ബെഞ്ച്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് this video for more updates. Take care. Bye.